നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ബിരുദക്കാർക്ക് നബാർഡിൽ അസിസ്റ്റന്റ് മാനേജറാകാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി, ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഹിന്ദി തസ്തികകളിൽ 162 ഒഴിവുകൾ. കേരളത്തിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 3 വരെ. ഓൺലൈൻ പ്രിലിമിനറി പരീക്ഷ ഫെബ്രുവരി 21-ന്, ഏപ്രിൽ 12-ന് ഓൺലൈൻ മെയിൻ പരീക്ഷ നടത്തും. ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഹിന്ദി വിഭാഗത്തിലേക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി എടുത്ത് 50% മാർക്കോടെ ബിരുദമാണ് ആവശ്യം. പ്രായം 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അർഹരായവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകളുണ്ട്. അപേക്ഷാ ഫീസ് 550 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അർഹരായവർക്ക് ഫീസിലും ഇളവുകളുണ്ട്. യോഗ്യത ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾക്ക് www.nabard.org കാണേണ്ടതാണ്. അടുത്തതായി തിരുവനന്തപുരം സീഡിറ്റിൽ സൂപ്പർവൈസർ, വീഡിയോ പ്രൊഡ്യൂസർ, ഗ്രാഫിക് ഡിസൈനർ തസ്തികകളിൽ നിയമനമുണ്ട്. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അഥവാ സീഡിറ്റ് ഒപ്റ്റിക്കൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി പ്രോഡക്ട്സ് ഡിവിഷനിലെ ഹോളോഗ്രാം പ്രിന്റിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ 4 താൽക്കാലിക ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി 2 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തസ്തികകൾ മെയിൻ്റനൻസ് സൂപ്പർവൈസർ, മെക്കാനിക്കൽ അസിസ്റ്റന്റ്, ഗ്രാഫിക് ഡിസൈനർ, സെക്യൂരിറ്റി പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ് അസിസ്റ്റന്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിവിഷനിൽ അസോസിയേറ്റ് വീഡിയോ പ്രൊഡ്യൂസറുടെ 3 ഒഴിവുകൾ. താൽക്കാലിക നിയമനമാണ്. ഫെബ്രുവരി 2 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സിസ്റ്റം ഇൻ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ എഞ്ചിനീയർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ തസ്തികയിൽ 1 ഒഴിവ്. താൽക്കാലിക നിയമനമാണ്. ഫെബ്രുവരി 5 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.careers.cedit.org. അടുത്തത് 10ാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാവുന്ന ജോലി ഒഴിവിനെ കുറിച്ചാണ്. 10ാം ക്ലാസ്സുകാർക്ക് റിസർവ് ബാങ്കിലാണ് അവസരമുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് അവസരമുള്ളത്. 572 ഒഴിവുകളുണ്ട്. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 4 വരെ. ചെന്നൈ, ഹൈദരാബാദ് ഉൾപ്പെടെ 15 കേന്ദ്രങ്ങളിലെ ഓഫീസിലാണ് അവസരം. കേരളത്തിൽ ഒഴിവില്ല. യോഗ്യത 10ാം ക്ലാസ് വിജയമാണ്. ബിരുദം നേടിയവരാകരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപേക്ഷിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്ന് യോഗ്യത നേടിയവരായിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയേണ്ടതാണ്. പ്രായം 18-നും 25-നും മധ്യേ. OBCക്ക് 3-ഉം പട്ടിക വിഭാഗത്തിന് 5-ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുകളുണ്ട്. വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും വിവാഹമോചിതർക്കും ഇളവുണ്ട്. യോഗ്യത, പ്രായം എന്നിവ 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ശമ്പളം 24,250 രൂപ മുതൽ 53,550 രൂപ എന്ന ശമ്പള സ്കെയിലിൽ. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓൺലൈൻ ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്, പ്രാദേശിക ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. എഴുത്തു പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് മാതൃകാ ചോദ്യങ്ങൾ ഉണ്ടാകും. അപേക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗത്തിന് 450 രൂപയാണ്. പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് 50 രൂപയേ ഫീസുള്ളൂ. RBI ജീവനക്കാർക്ക് ഫീസ് ആവശ്യമില്ല. ഓൺലൈനിലൂടെ ഫീസ് അടയ്ക്കാം. ഓൺലൈൻ രജിസ്ട്രേഷനും വിശദവിവരങ്ങൾക്കും www.rbi.org.in. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.